ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ദോശയാണ് കേട്ടോ. എപ്പോഴും ദോശ ഒരേ രീതിയിലൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നല്ല പുതുമയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിലേക്ക് വേണ്ടിയിട്ടൊരു വൈറ്റ് സോസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ടൊരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഈ ഒരു ബട്ടറും മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കട്ടയൊന്നുമില്ലാതെ ഇതുപോലെ കരിഞ്ഞു പോകണ്ട, അത്യാവശ്യം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടും വേണം. മൈദ ആ ഒരു ബട്ടറിൽ നല്ലോണം ഇങ്ങനെ മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കട്ടയൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രഷ് മിൽക്ക് ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാല് മുഴുവനായിട്ട് ഒരു സമയത്തല്ല, ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു ചെറിയ പീസ് സവാളയുടെ ഒരു ചെറിയൊരു കഷ്ണം എടുക്കുക. അതിലേക്ക് ചെറിയൊരു പീസ് ബേ ലീഫും ഒരു 2 ഗ്രാമ്പും ജസ്റ്റ് ഒന്ന് അതിലങ്ങ് കുത്തി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഇളകി പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തീ കൂട്ടി വെച്ചതാക്കണ്ട, കുറച്ച് സമയം ഒന്ന് തിളച്ച് വരുന്നത് വരെ തീ ഒന്ന് കുറച്ച് വെക്കാം. പാല് നല്ലോണം അങ്ങ് തിളച്ച് വന്നാൽ തന്നെ പിന്നെ ഇത് ചെറിയൊരു കട്ടിയുള്ള ഒരു ബാറ്റർ പോലെ ആയി വരാൻ തുടങ്ങും. അങ്ങനെ ആവുന്ന സമയത്ത് കുറച്ച് സമയം കൂടെ ഒന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പാകത്തിനുള്ള കുറുകൽ ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ആദ്യം ഇതിലേക്ക് ഇട്ടിട്ടുള്ള ആ ഒരു ഉള്ളി, ഗ്രാമ്പു കാര്യങ്ങളൊന്നും എടുത്ത് മാറ്റി വെക്കുക. അതിൻ്റെ ജസ്റ്റ് ഒരു ഫ്ലേവർ ഇതിലേക്ക് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കട്ടിപ്പ് മതിയാവും കേട്ടോ. ഇനിയും നമ്മൾ കുറുക്കണ്ട, കാരണം ഇത് നമ്മളിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച് എടുക്കുന്ന സമയത്തേക്കും കുറച്ചുകൂടെ തിക്കാവും. അപ്പം ഈ ഒരു ലൂസിൽ തന്നെ ഓഫ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ കൂടുതൽ കട്ടിപ്പായി പോകും കേട്ടോ. അപ്പോൾ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണിലും കുറച്ച് താഴെ കുരുമുളക് പൊടി, പിന്നെ ഈ ഒരു സോസിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതാ ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. എന്നിട്ടിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു വൈറ്റ് സോസാണ് കേട്ടോ. ഈ റെസിപ്പിക്ക് മാത്രമല്ല, നമുക്ക് കുറേ റെസിപ്പിക്ക് പറ്റുന്നൊരു വൈറ്റ് സോസാണിത്. ഇനി അടുത്തതൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വരുന്ന സമയത്ത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് വെളുത്തുള്ളി ആദ്യം നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു 1 ടീസ്പൂൺ ഇഞ്ചി വളരെ കുറച്ച് മതി. പിന്നെ ഒരു 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഉണക്കമുളക് ചതച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു മസാലക്കൂട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ഒഴിവാക്കിയിട്ട് ബാക്കി പച്ചമുളകും കുരുമുളകും കൂടിയൊക്കെ കൂട്ടിയാൽ മതി കേട്ടോ. ഞാനൊരു ലൈറ്റ് റെഡിഷ് കളറിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. പിന്നെ ഉണക്കമുളക് ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ഇതുപോലെ നല്ലോണം ഇങ്ങനെ മൂത്ത് നല്ലൊരു മണം വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ചിക്കനും ആ ഒരു മുളക് കാര്യങ്ങളെല്ലാം കൂടെ നല്ലോണം ഇതുപോലെ മിക്സായി വന്നോട്ടെ കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് ആ ഒരു ചിക്കൻ്റെ ഒരു പിങ്കിഷ് കളർ അങ്ങ് മാറുന്ന സമയത്ത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചേർക്കുക. അതായത് ചിക്കൻ ആകുമ്പോൾ ഇത്തിരി വേവുണ്ടാവും, എന്നാലും എല്ലില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരു 5-8 മിനിറ്റ് ഒന്ന് അങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ചിക്കൻ അത്യാവശ്യം 90% വെന്തിട്ട് ബാക്കി കാര്യങ്ങൾ ചേർത്താൽ മതിട്ട്. ബാക്കിയുള്ളതൊന്നും അത്ര വേവില്ലാത്ത ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതിലേക്ക് മീഡിയം സൈസിൽ വരുന്ന ഒരു സവാള ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മഷ്റൂമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 100 ഗ്രാം മഷ്റൂം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ചിക്കനും മഷ്റൂമും കൂടെ വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെ കിട്ടും. ഈ സമയത്ത് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ മല്ലിയില നല്ല ചെറുതായിട്ട് മുറിച്ചതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളതും കൂടെ അങ്ങ് വേവിച്ചെടുത്താൽ മതിയാവും. നല്ലൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 1 ടീസ്പൂൺ ബട്ടറും ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് അത്യാവശ്യമൊക്കെ ഒന്ന് വെന്ത് പാകമായി വരാനായി തുടങ്ങുന്ന സമയത്ത് ഒരു ഇത്തിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടുതലൊന്നുമില്ല, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ.
അപ്പോൾ എല്ലാം കൂടെ അത്യാവശ്യം നന്നായിട്ട് ഇതുപോലെ മിക്സായി വരുന്ന സമയത്ത് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസ് ഉണ്ടല്ലോ, ഇതിപ്പോൾ നോക്കുന്ന സമയത്ത് കണ്ട് നല്ല പാകത്ത് ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സോസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സോസും ഇതും കൂടെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നല്ല വൈറ്റ് കളറിലുള്ള നമ്മൾ വൈറ്റ് സോസ് ചിക്കൻ ഉണ്ടാക്കുമല്ലോ, അതുപോലെ മതി എന്നുണ്ടെങ്കിൽ ആ ഒരു ഉണക്കമുളക് ചതച്ചത് ചേർത്തത് ഒഴിവാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതുപോലെ ആയി കിട്ടിക്കോളും. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വൈറ്റ് സോസ് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് തന്നെയായിരിക്കും. എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇനി കുറേ സമയം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്നങ്ങ് മിക്സാക്കി ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ചീസ് ഇഷ്ടമാണെങ്കിൽ ഇതുപോലത്തെ ഒരു പീസ് ചീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു ടേസ്റ്റും കാര്യം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വൈറ്റ് സോസ് ചേർത്ത് ഉണ്ടാക്കിയ മസാല തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ചീസ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. തീ കത്തിക്കൊന്നും വേണ്ട. ബാക്കിയുള്ള ആ ഒരു ചൂടിൽ തന്നെ ഇതുപോലെ മെൽറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് നല്ലോണം മിക്സ് ആക്കി എടുത്താൽ നല്ലൊരു ചീസി ആയിട്ടുള്ള ചിക്കൻ്റെ ടേസ്റ്റും കൂടെ കിട്ടിക്കോളും. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ മസാല കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അത് സെറ്റായിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ ചെയ്ത് വെക്കണം. കുറച്ച് ബ്രെഡ് ക്രംസ് ആക്കി വെക്കണം കേട്ടോ. അതായത് നമ്മൾ സാധാ വൈറ്റ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് കളഞ്ഞിട്ട് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഒരുപാട് ഫൈൻ പൊടിയാവണ്ട. അത് ഒരു പാനിലിട്ടിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. കൂടുതൽ കരിഞ്ഞ് കളറ് മാറാതെ, പക്ഷെ ചൂടാക്കി എടുത്ത് തണുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ. അപ്പം ഇതും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുകൂടെ എടുത്ത് സൈഡിൽ വെക്കണം. ഇനി അടുത്തത് ഇതിലേക്ക് കുറച്ച് ദോശമാവാണ് വേണ്ടത്. ദോശമാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ അരി ഉഴുന്നും കൂടെയൊക്കെ കുതിർത്ത് അരച്ച് വെച്ച് പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവാണ്. അരച്ച ഉടനെയുള്ള മാവല്ല, സാധാ സെറ്റായിട്ടുള്ള ദോശമാവ്. ഇനി ഒരു ദോശ ചുട്ടെടുത്താൽ മതിയാകും. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് വെള്ളം തെളിച്ച് സാധാ ചെയ്യുന്ന പോലെ തന്നെ തുടച്ച് കളയുക. മാവ് ഇതുപോലെ നല്ല കനം കുറച്ചിട്ടാണ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നത്. ഒരു മിനിറ്റ് തന്നെ ഒന്ന് അടച്ച് വെച്ച് എടുക്കുമ്പോഴേക്കും മാവ് അത്യാവശ്യം ഒന്ന് ക്രിസ്പി ആയി വരാനായി തുടങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുക്കണം. നമുക്ക് ഇഷ്ടത്തിന് ഓരോരുത്തരും ടേസ്റ്റിനനുസരിച്ച് ആക്കി കൊടുത്താൽ മതിയാകും. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആയാലും കുഴപ്പമില്ല. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാട് കൂടുതലൊന്നും വേണ്ട, കാരണം ചിക്കനും മഷ്റൂമൊക്കെ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദോശയ്ക്ക് പാകത്തിനുള്ളത് മതി. ഇനി ദോശയുടെ 4 സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മസാല ദോശയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ സെർവ് ചെയ്യുന്ന സമയത്തുള്ളൊരു പ്രത്യേക ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ചൂടുള്ള ദോശ ഒരു മസാലയോട് കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചൂടോട് കൂടെ തന്നെ ഇത് പ്ലേറ്റിലേക്ക് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ, അതൊരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭംഗിക്ക് ഒരു ഇത്തിരി കോൺഫ്ലെക്സ് പൊടിച്ചിട്ട് അത് ഇട്ട് കൊടുക്കാം. ഒരു ഭംഗി കിട്ടുമെന്നുള്ളൂ കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ ഒരു മസാല നമ്മൾ ഇതിലേക്ക് വെക്കുന്ന സമയത്ത് ഈ ഒരു ലൂസ് ഉണ്ടാവണം കേട്ടോ. ഗ്രേവിക്ക് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുറച്ച് കട്ടി കൂടിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുത്താലും മതി. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ചിക്കൻ മസാലയുടെ അളവിൽ ഏകദേശം ഒരു 5 to 6 ദോശയൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ശരിക്കും ഒരു ദോശ തന്നെ മതിയാവും കേട്ടോ. അത്യാവശ്യം ഹെവിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവുന്നതെന്ന് വിചാരിക്കുന്നു. പിന്നെ എപ്പോഴും ആ ഒരു ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കി കഴിക്കാനായിട്ട് നോക്കുക. ശരിക്കും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊക്കെ തന്നെയാണ് കേട്ടോ. എപ്പോഴും ഒരേ രീതിയിൽ ചട്നിയും സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ വെറൈറ്റി ദോശകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എന്തായാലും ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യമൊക്കെ മറക്കരുത്. അതുപോലെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പം ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്